കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചതിന് പിന്നിൽ പ്രകൃതി ദുരന്തത്തിലും നിപ്പയിലും തുടങ്ങി കോവിഡ് കാലത്തെ അതിജീവിക്കുന്നതിൽ വരെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് വലിയ പങ്ക് വഹിച്ചത് എന്ന് പറയുമ്പോഴും നാം മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് കേരളത്തിലെ ബി വോട്ട് ബാങ്കിലെ കുത്തനെയുള്ള ഒരു വളർച്ച തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ കേരളത്തിലും ബി വോട്ടുകൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ വർധനവ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപിയെ വിജയിക്കാനും പ്രധാന കാരണമായിരിക്കുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ മൊത്തം ജനസംഖ്യയുടെ 45% വരും. ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെക്കാൾ 9.7% മാത്രം താഴെയാണിത്. 2011 സെൻസസ് പ്രകാരം ഇത് 54.72% എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിരവധി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ബി പ്രത്യേകിച്ച് വലതുപക്ഷ ഗ്രൂപ്പിന്റെ ലവ് ജിഹാദിനെതിരായിട്ടുള്ള പോരാട്ടത്തെ അഭിനന്ദിക്കുകയും സൂക്ഷ്മമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ ആക്രമണത്തെക്കുറിച്ചുള്ള മോദിയുടെ മൗനം കേരളത്തിലെ ക്രിസ്ത്യൻ ജനതയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എങ്കിലും ഈ വെല്ലുവിളിയെ അതിജീവിക്കാനും ലവ് ജിഹാദ് തന്നെയാണ് ബി ഇപ്പോഴും ആയുധമാക്കുന്നത്. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനിയായ സോന എൽദോസ് ആത്മഹത്യ ചെയ്ത കേസിൽ ലവ് ജിഹാദ് സംഘപരിവാറും ബി ആയുധമാക്കിയതും അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ തിരിച്ചടി ഒഴിവാക്കാൻ കൂടിയാണ് കോതമംഗലം സംഭവം ബി പിടിവിളിയാക്കുന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും നിരന്തരം ഇടപെട്ട ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രത്യേക സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതും കേരളത്തിലെ തിരിച്ചടി ഭയന്ന് തന്നെയാണ്. ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ച വോട്ടുകൾ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ലഭിക്കില്ല എന്നുള്ളത് RSS നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിട്ട് പോലും കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ RSS നേതൃത്വം മൗനം പാലിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ തീവ്ര ഹിന്ദുത്വവാദം ഉപേക്ഷിച്ച് നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കണമെന്നുള്ള രാജീവ് ചന്ദ്രശേഖരുടെ നിലപാടിന് കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയുമുണ്ട്. 2026 കേരള ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 2031 യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് തന്നെ. സീറോ മലബാർ സമുദായം പോലുള്ള ഏറ്റവും പ്രമുഖവും ശക്തവുമായ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ ആസ്ഥാനമായ തൃശൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉറപ്പുവരുത്താൻ തന്നെയാണ് നിലവിൽ ബി ശ്രമിക്കുന്നത്. ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ ജനവിധി തേടുമെന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി 10 സീറ്റുകളിലെ വിജയമാണ് ബി പ്രതീക്ഷിക്കുന്നത്. 2026 തൂക്ക് മന്ത്രിസഭ വരുമെന്നും അതോടെ കാര്യങ്ങൾ ബി നിയന്ത്രണത്തിൽ വരുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. പ്രാദേശിക മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും മാത്രമല്ല സൈബർ ഇടങ്ങളിലും പിണറായിയുടെ ബി എതിരായിട്ടുള്ള ഒരു വിമർശനങ്ങൾ കത്തിപ്പടരുമ്പോൾ കേരളത്തിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു പുതിയ പോർമുഖം കൂടി തന്നെയാണ് ഇടതുപക്ഷം തുറന്നു വയ്ക്കുന്നത്. CPM BJP നേർക്കുനേർ പോരാട്ടം മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ കൂടാരത്തിൽ എത്തിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്വപ്നം കൂടിയാണ് തകർന്നടിയാൻ പോകുന്നത്.